നമസ്കാരം. എൻ്റെ റേഡിയോ 91.2ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കണ്ട് പരിചയമില്ലെങ്കിൽ പേടിക്കേണ്ട, നമ്മുടെ ഈ അതിഥികളുടെ സംഗീതം കൊണ്ട് നിങ്ങൾ ഏറെ സുപരിചിതരാണ്. അപ്പോൾ നമ്മുടെ അതിഥികളെ പരിചയപ്പെടാം. പ്രശാന്ത് ജി കൃഷ്ണൻ, അതുപോലെ ശ്രീകുട്ടി പ്രശാന്ത്. ഇവർ 2 പേരും നമ്മുടെ സംഗീത ലോകത്തെ ഒരു മുതൽക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേയേറെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരം. 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേങ്കിൽ സംഗീത ലോകത്ത് ഇവർ 2 പേരും പ്രൊഫഷണലായിട്ട് വേറെ വേറെ മേഖലകളാണ്. ഇപ്പോൾ പ്രശാന്ത് ചേട്ടനാണെന്നുണ്ടെങ്കിലും തബല, മൃദംഗം അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതിൻ്റെ കൂടെ ഈ താളം പിടിച്ച് പാട്ട് പാടി നമ്മുടെ ആ ഒരു എന്താ പറയുക, ജീവിതത്തിലെ ആ ഒരു താളം മയങ്ങളോട് കൂടി പോവുകയാണ് അല്ലേ? ഓക്കെ, എനിക്ക് വലിയ സന്തോഷം കേട്ടോ നിങ്ങളുടെ ഈ ഒരു ചിരി കാണുമ്പോൾ. കാര്യം ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സംഗീതം എത്രത്തോളം നമ്മുടെ ഒരു മലയാള സിനിമയ്ക്കോ ഒക്കെ ഒരു മുതൽക്കൂട്ടാവുന്നു എന്നുള്ള കാര്യം ഞങ്ങളങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ കൂടെ എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? ഓണം എന്ന് പറയുമ്പോൾ സദ്യയാണെന്ന് പറഞ്ഞു, പൂക്കളം ഇടുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താ ഈ ഒരു സംഗീതത്തിന്റെ ബേസിൽ എന്താണ് ഓണം? ഓണത്തിന് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഓണം, ഞങ്ങളുടെ ഒരു ഓണം പ്രത്യേകിച്ചും വിവാഹത്തിന് മുമ്പാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പം പ്രോഗ്രാമിന് ഇറങ്ങിയ സമയം മുതൽ പ്രോഗ്രാമുകൾക്ക് വിളി വരുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ഓണം ഒരു വൈബ് വരുന്നത്. കാരണം അതിന് മുമ്പ് ഒരു ഓഫ് സീസൺ ആണല്ലോ. അപ്പോൾ ആ ഒരു ഓഫ് സീസൺ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രോഗ്രാം ഒന്ന് ഉഷാറായിട്ട് വരുന്ന ഒരു ടൈമാണ് ഓണം ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഒരുക്കത്തിന് മുമ്പ് തന്നെ നമ്മുടെ കലാരംഗത്തുള്ള ഒരു ഒരുക്കമുണ്ട്. അപ്പൊ നേരത്തെ പ്രോഗ്രാമുകൾ നമുക്ക് വരാൻ തുടങ്ങും. അപ്പൊ ആ ഡേറ്റുകൾ തുടങ്ങും. അതെ. അപ്പൊ ഈ ഓണം ഒരുങ്ങുന്നതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് വീട്ടിൽ ഒരുക്കാനുള്ള ഒരു സമയം കിട്ടാറുണ്ടോ ഈ ഓണം പ്രോഗ്രാമിന്റെ ഇടയിൽ? അതൊരു ചോദ്യമാണ്. കാരണം എപ്പോഴും ഈ ലാസ്റ്റ് എന്തായാലും തിരുവോണത്തിന് അവിട്ടം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും തീർത്ത് ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ വേണമല്ലോ എന്തായാലും. അതിന് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വേണം ബാക്കി ദിവസങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ. അപ്പൊ ഇതിലെ ഗെറ്റ് ടുഗദർ, വീട്ടിലെ ഗെറ്റ് ടുഗദറിന് ഒരു ഷെഡ്യൂൾ വേണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് 2 അനിയത്തിമാരുണ്ട്, അവരുടെ ഫാമിലി വരും. അപ്പൊ അതുപോലെ തന്നെ അങ്ങോട്ട് പോകണം, വീട്ടിലോട്ട് പോകണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തായിരുന്ന സമയത്ത് അത് പ്രശ്നമില്ല. കാരണം ഞാൻ സിംഗപ്പൂരായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അധ്യാപകനായിരുന്നു. അതെ. അപ്പോ അവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാല് നമ്മൾ രാവിലെ സദ്യ ഉണ്ടെന്നു, ഉച്ചയ്ക്ക് സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നു. അതാണ് ശരിക്കും അവിടുത്തെ ഓണം. പക്ഷെ അതുപോലും നമുക്ക് അവിടെയും ഒരു ഓണത്തിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു വൈബ് എപ്പോഴും നമുക്ക് എവിടെ ആണെങ്കിലും ഉണ്ട്. അതല്ല, ഈ പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ വൈബ് എന്ന് പറയുന്നത്, ശരിയാണോ? തീർച്ചയായിട്ടും. അത് ഇപ്പോ അവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈം ഒരുപാട് കിട്ടുന്നുണ്ട്. അതായത് പ്രവാസികളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഓണത്തിനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഫ്രീ ടൈം ഉണ്ട്, ഒരു പരിധി വരെ ഉണ്ട്. പിന്നെ ഓണത്തിനോടനുബന്ധിച്ച് വരുമ്പോൾ അത് ഓണത്തിന്റെ ആഘോഷമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ നമുക്ക് സാറ്റർഡേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലാണെങ്കിലും നമ്മൾ ഓണത്തിന്റെ ഒരു ബോർഡ് കണ്ടാൽ നമുക്ക് ഓണം വൈബ്. അതെ. പക്ഷെ അവിടെ അങ്ങനെയല്ല. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂൾ എന്ന് പറഞ്ഞാല് അവിടെ നമുക്കൊരു ഫ്രീ ടൈം ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു വീക്ക് ഡേയില് ആണ് ഓണം വരുന്നതെങ്കിൽ ആ വീക്ക് ഡേ നമുക്കൊരു ഓഫ് കിട്ടത്തില്ല. മീൻസ് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓഫ് കിട്ടത്തില്ല. പക്ഷെ അന്നേരം നമുക്കൊരു ഒരു ഞങ്ങളെ പോലെ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് ഒരു ഭയങ്കര മനപ്രയാസം വരും. കാര്യം വീട്ടിൽ വിളിക്കുമ്പോഴത്തേക്ക് അവിടെ അതെ അവിടെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങുന്നു. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെയും ഇങ്ങനെ മ്യൂസിക് സ്കൂളിലാണ്. അപ്പോൾ തിരുവോണം വരുന്നത് ഇതുപോലെ വീക്ക് ഡേയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സദ്യയൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് സദ്യയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു. ഞങ്ങൾ എല്ലാവരും നല്ല ആഘോഷമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട് നമുക്ക്. 4 o'clock 4 to 8 നമ്മൾ അടുത്ത ക്ലാസ്സിന് പോകണം. അപ്പോൾ എല്ലാവർക്കും സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ എല്ലാവർക്കും ഒന്ന് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് സാറിങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ, ഇന്ന് ക്ലാസ് എടുക്കണ്ടെന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഡയറക്ടർ സാറിൻ്റെ ഒരു മെസ്സേജ് വന്നു. സാറ് പറഞ്ഞു, ഇന്ന് വേണമെങ്കിൽ ഓഫ് തരാം, പക്ഷെ നിങ്ങൾക്ക് സൺഡേ നിങ്ങളുടെ നോർമൽ ഡേയിൽ ഓഫ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അടുത്ത ഉടനടി മെസ്സേജ്, വേണ്ട സാർ ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്തോളാം, ഒരു ഫുൾ ഡേ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളും അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. മുമ്പേ പറഞ്ഞതുപോലെ രാവിലെ ഓണം അത് ഒരു പ്രാവശ്യം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓണമുണ്ട്.
സാധാരണ നമുക്ക് അവിടെ സിംഗപ്പൂരിൽ ഒരുപാട് കേരള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നമ്മുടെ ഫുഡ് എല്ലാം കിട്ടും അവിടെ. പക്ഷെ അവിടെ അവർ കൂടുതലും വിഷു ആണ് അവർക്ക് അവിടെ കൂടുതലും എല്ലാരും ചേരുന്നത് വിഷുവിന്. അതെ അതെ. അപ്പോ ഓണത്തിന് നമ്മളുടെ ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഒരു സാധാരണ ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുന്നത്, അതെ അതെ, സദ്യവട്ടങ്ങൾ, അതുപോലെ നമ്മുടെ കുത്തരി ചോറ്. അപ്പൊ ആ ചോറാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോ എല്ലാ മിക്കവാറും അത് കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. ഒരു പ്രാവശ്യം ഓണത്തിന് അത് കിട്ടിയില്ല. അപ്പൊ വൈറ്റ് റൈസ്, അതായത് നമ്മുടെ സാധാ പൊന്നി റൈസ് ഉണ്ടല്ലോ, അപ്പൊ പൊന്നി റൈസ് കൊണ്ടുവച്ചിട്ടാണ് പോയ പോലായി. എന്നിട്ട് അതിന്റെ കറികളെല്ലാം വേറൊരു മൂഡ്, അതായത് ഓണം തന്നെ മാറിപ്പോയി. അപ്പൊ ആ ഒരു വർഷം കൂടി വൈബ് കൊണ്ടുവരുന്ന ഈ സദ്യ. അതെ അതെ, ആ ഒരു വർഷം എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമായി പോയി. നമ്മൾ ഓണാകുമ്പോ എങ്ങനെ നാട്ടിലെത്താൻ വേണ്ടി നോക്കുന്നതാണ്. എന്നുവെച്ചാൽ ആ ഓണം ഉണ്ടാൻ വേണ്ടിട്ട് എത്ര പേര് എത്ര ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് പോയാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ഈ ഒരു സമയത്ത് വരുന്നത്. ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്, രണ്ട് ദിവസത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ലീവൊക്കെ കിട്ടുമായിരുന്നു അവിടെ. പക്ഷെ ജോലിയുടെ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ മാനേജ്മെന്റിനെ ഒന്നും നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലായിടത്തും ജോലിയാണല്ലോ പ്രധാനം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനോടൊപ്പം കൊണ്ടുപോകാന്നുള്ളതാണ്. നമ്മുടെ നാട് പോലെ പറ്റില്ല. പോക്കില്ലേ ഈ സിംഗപ്പൂരിലേക്കും ഒക്കെ ഈ ഖത്തറിലേക്കും ഒക്കെ പോയ ആ പോക്ക് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഇത് സ്വാതി തിരുനാൾ കോളേജിന്റെ പടി മുതൽ അങ്ങ് തുടങ്ങാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ചേച്ചി ആണെന്നുണ്ടെങ്കിലും പഠിച്ചത് എവിടെയായിരുന്നു? അവിടെ മ്യൂസിക് ആയിരുന്നു പഠിച്ചത് അല്ലേ? അപ്പൊ ആ സമയത്ത് തബലയായിരുന്നോ ഡിഗ്രി? അല്ല, ഞാൻ മ്യൂസിക് കോളേജിൽ മൃദംഗമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു ഡിഗ്രി ചെയ്തത്, ഒരേ ബാച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ MA കണ്ടിന്യൂ ചെയ്തു. പ്രശാന്തേട്ടൻ ആ സമയത്ത് ബോംബെ പോയി. ഞാൻ അതിന്റെ തബല ഹയർ സ്റ്റഡീസിന് വേണ്ടിട്ട് പോയി. അപ്പൊ ഇതിൽ രണ്ടിലും ഡിഗ്രി ഉണ്ട് അല്ലേ? എനിക്ക് PG ഉള്ളത് തബലയിലാണ്, ഡിഗ്രി മൃദംഗത്തിലും. പിന്നെ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻ്റെ PG കഴിയുന്ന സമയമായപ്പോഴേക്കും വീട്ടിലൊക്കെ സംസാരിച്ച് പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയി. PG കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണം 2016 കല്യാണം നടന്നു. ഞങ്ങളുടെ ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എന്നാലും എല്ലാരെയും ക്ഷണിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാരും രണ്ട് ഫാമിലിയും വളരെ സന്തോഷമായിട്ട് തന്നെ അങ്ങനെ ഒരു രീതിയിലാണ് ദൈവാനുഗ്രഹം കൊണ്ട് നടന്നത്. അതെ. അപ്പൊ പിന്നീടുള്ളത് എങ്ങനെയായിരുന്നു വെച്ചാൽ നിങ്ങളുടെ ഒരുമിച്ചുള്ള ആ ഒരു സംഗീതം? അപ്പൊ അതില് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി കാണുമല്ലേ? അതെ അതെ. എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത്, കല്യാണം പ്ലാൻ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സിംഗപ്പൂർ ജോലി ആയിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ആർട്ടിസ്റ്റുകളായിട്ട് മാത്രം നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, അത് പുറത്തുള്ള ആൾക്കാരെ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ എന്താ മോന്റെ ജോലി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തബലിസ്റ്റ എന്ന് പറയുന്നത് ഒരു കുറച്ചിലായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇങ്ങനൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അവരുടെ കുറ്റമല്ല, അവരൊക്കെ അങ്ങനെയുള്ള ജീവിത രീതിയിൽ നിന്ന് വന്നവരാ. ഞങ്ങളുടെ കുടുംബത്ത് രണ്ടുപേരുടെയും ഫാമിലി മാത്രമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയിലും വേറെ മ്യൂസിഷ്യൻസ് ഒന്നുമില്ല. ഇത് ഈ ഫീൽഡിനകത്തുള്ള ആരുമില്ല. അത് ഈ പഠിക്കാൻ പോകുമ്പോ തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവല്ലോ. എന്നെ വിട്ടില്ല. എന്നെ +2 കഴിഞ്ഞപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്കാ വിട്ടത്. അങ്ങനെ 3 വർഷത്തെ ഡിപ്ലോമ ഞാൻ BTech 4 വർഷം ആക്കി. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാല് അത് അന്ന് ഞാൻ പഠിക്കാൻ മോശമായതുകൊണ്ടല്ല, എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും. പക്ഷെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ സബ്ജക്ട് ഇൻവോൾവ് ആയിട്ട് ഉള്ള ഒരു ടൈമായിരുന്നു അത്. കാരണം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ തബല ട്രഡീഷണൽ ആയിട്ട് എൻ്റെ ഗുരുജിയുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും അതിലേക്ക് തന്നെ നമ്മുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു സ്വിച്ചിങ് ടൈമായിരുന്നു അത്. ആ സമയത്താണ് +2 ശേഷം ഡിപ്ലോമയ്ക്ക് പോയി ചേർന്നത്. അപ്പൊ അന്ന് ശരിക്കും എൻ്റെ ആഗ്രഹം മ്യൂസിക് കോളേജിൽ ഡിഗ്രി, അതായത് അതിന് 2 വർഷം മുമ്പാണ് നമ്മുടെ ഗാനഭൂഷണ ഗാനപ്രവീൺ എന്ന് പറയുന്ന സമ്പ്രദായം മാറിയിട്ട് UGC കോഴ്സ് ആക്കുന്നത്. ഞാൻ +2 കഴിയുന്നതിന് 2 വർഷം മുമ്പ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ പഠിച്ച് പിന്നെ ഈ ഒരു എന്താ പറയാ സ്വാതി തിരുനാൾ കോളേജിൽ നിന്നും പിന്നെ ഒരു പാഷനായിട്ട് മാറിയതൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഇത് മതി, ഇത്രയും തന്നെ മതി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സംഗീതം തന്നെ മതി, വേറൊരു എന്താ പറയാ പ്രൊഫഷനും വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഒരു കാര്യം എന്തായിരുന്നു? അതിന്റെ കാരണം അവരൊക്കെ കൺവിൻസ് ചെയ്യിക്കണ്ടേ, വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കണ്ടേ? വളരെ പ്രയാസമായിരുന്നു. അതൊരു വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് അത്രയും സ്ട്രഗിൾ വേണ്ടി വന്നിട്ടില്ല. അപ്പൊ പക്ഷെ ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് ആണെങ്കിലും പറയുമ്പോ
എന്തായിരിക്കും പറയാ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു മൃദംഗത്തിലായിരിക്കും കുറച്ചുകൂടി താല്പര്യം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാദ്യോപകരണം ആയിക്കോട്ടെ, അതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർ കേട്ടോളൂ, ഇതാ അഡ്വൈസ് പറയുന്നുണ്ട്. ഏതൊരു ഇൻസ്ട്രുമെന്റിലേക്കാണോ, ഇൻസ്ട്രുമെന്റ് തന്നെ വേണമെന്നില്ല, അത് ഏതൊരു മേഖല ആയിക്കോട്ടെ, മേ ബി സ്പോർട്സ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടല്ലോ, അപ്പൊ നല്ല ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അപ്പൊ ഈ വരുന്ന കുട്ടികൾക്ക് പലർക്കും അവരെ കൊണ്ട് പേരൻസ് അഡ്മിഷൻ എടുക്കുന്ന വിഷയത്തിന് തീരെ താല്പര്യമില്ല. കാരണം അവരുടെ ഉള്ളിലെല്ലാം മറ്റു ചില ടേസ്റ്റുകളാണ് ഉള്ളത്. അപ്പൊ പേരൻസിന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പം വൈറലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് വരുന്ന പേരൻസ് ഉണ്ട്. അവർ വളരെ തുറന്ന് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സാറേ എനിക്ക് പഠനം അല്ലെങ്കിൽ അങ്ങനെ പോകണം, അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് ചെയ്ത് റീൽസ് എടുത്ത് വൈറൽ ആവണം. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടത്തേനേക്കാൾ ഒരുപാട് മാറ്റം വന്നില്ലേ, ഇപ്പൊ കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു മേഖല നല്ലതാണ്. ഇപ്പൊ വൈറലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നെന്ന് പറയുന്നു, അത് ആ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ വൈറലാകാൻ അവരുടെ അച്ഛനും അമ്മമാർ എന്തൊക്കെയാണെങ്കിലും പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു മാറ്റം കൂടി വരുന്നുണ്ട്. അതിന് നമ്മുടെ ഒരു ടെലിവിഷൻ മേഖലയ്ക്കും എല്ലാവരും പ്രാധാന്യം കൊടുത്തത്. ആ ഒരു നമ്മുടെ ഒരു ഇമ്പാക്ട് അത്രത്തോളം ഈ റിയാലിറ്റി ഷോകൾക്കൊക്കെ. തീർച്ചയായിട്ടും ചേച്ചിയൊക്കെ ആ ഒരു മേഖലയിലൊക്കെ ആ മേഖലയിൽ നിന്നും ഉള്ള ആളുകളെ അറിയുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളുടെ താല്പര്യം എന്താണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വീട്ടിൽ അവതരിപ്പിക്കേണ്ടത്, ആ വീട്ടിലുള്ള ആളുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്താ പറയുന്നത്? അത് കുട്ടികൾക്ക് എന്താണോ ടേസ്റ്റ് അത് തന്നെ അവരെ പഠിപ്പിക്കാനായിട്ട് പാരൻസ് തരാം. ഇപ്പോഴുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പാരൻസും ഇപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വിചാരിക്കുന്നില്ല. മുമ്പൊക്കെ ആയിരുന്നപ്പോൾ അതിന് അല്ലെങ്കിൽ ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അല്ലാതെ അതിൽ പോയാൽ ഇനി എന്താവും ഭാവി എന്നൊക്കെ ചിന്തിക്കുന്ന പാരൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പൊ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കണം കുട്ടികൾ. അതായി ഈ ട്യൂഷന്റെ കൂടെ ഇത്തരം ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടി ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതിനവർക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്നതിനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടിരുന്ന അവർക്ക് വെയിറ്റ് ചെയ്യുന്നതിനൊന്നും അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. അവർ പഠിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാ പാരന്റ്സും. നമ്മൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും കുഞ്ഞു കുട്ടികളുടെ പ്രതിഭ കാണുമ്പോൾ നമുക്ക് നമ്മൾ ആ പ്രായത്തിലൊക്കെ കളിച്ചോണ്ട് നടന്ന ശരിക്കും സോഷ്യൽ മീഡിയ അതിന് എത്ര ഹെൽപ്ഫുൾ അല്ലേ ശരിക്കും, കുഞ്ഞു പ്രായം മുതലേ കുട്ടികളെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാനേ. സോഷ്യൽ മീഡിയ ആണെങ്കിലും ടെലിവിഷൻ ചാനൽസ് ആണെങ്കിലും ഇപ്പൊ ഇത്ര ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടല്ലോ. പണ്ട് നമ്മളൊക്കെ ഒരു പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേജ് കിട്ടണം, ഇതുപോലെ ഓണം വരുമ്പോൾ ഓണ പരിപാടി വരണം. ശരിക്കും ഞാൻ ഇത് പറയുമ്പോഴാണ് ഞാനും ഓണ പരിപാടിക്ക് പാടിയാണ് ഞാൻ പാട്ട് പാടുന്ന എന്റെ നാട്ടുകാർ അറിയുന്നത്. പദ്യപാരായണം, ലളിതഗാനം, അങ്ങനെയുള്ള മാപ്പിളപ്പാട്ട്, അങ്ങനെയുള്ള എല്ലാ മത്സരങ്ങൾക്കും എവിടെയെങ്കിലും പോയി പേര് കൊടുത്ത് ഇങ്ങനെ സോപ്പ് കിട്ടി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രൈസസ് ആയിരിക്കും കിട്ടുന്നത്. പാത്രങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് തബല കിട്ടുന്ന ഒരു ഓണം സീസണില്ല, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു സാറുണ്ട്. അദ്ദേഹം അവിടുത്തെ കുട്ടികളെല്ലാവരും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വൈകിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഓണ സമയത്തെല്ലാം ഈ ഓണപ്പാട്ടും പരിപാടികളൊക്കെ നടത്തും. ഞാനും ആദ്യമായിട്ട് തബല എടുത്ത് വീട്ടിൽ നിന്ന് വെളിയിൽ പോയി വായിക്കുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം പഠിച്ചതിന് ശേഷമൊന്നുമല്ല, തബല പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ വീട്ടിലിരുന്ന് നാമം ജപിക്കുമ്പോഴൊക്കെ തബല പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തോട്ട് ആദ്യമായിട്ട് ഇറങ്ങി പോകുന്നത് ശരിക്കും ഓണപ്പാട്ട്, എല്ലാവരുടെ കൂടി ഓണപ്പാട്ട് പാടുക. അതാകുമ്പോ നമ്മുടെ അടുത്ത് ആരും കുറ്റം പറയാനും ചോദിക്കാനും ഒന്നും ഇല്ലല്ലോ. ആ സമയത്ത് പാടിക്കോളാൻ പറയും, പഠിക്കാൻ പറയില്ല. ഓണത്തിന് മൊത്തത്തിൽ പറഞ്ഞ ആ ഒരു സമയം ഒരു മൂടാണ്. അപ്പൊ ഓരോ വർഷവും നമുക്ക് ഓണം വരുമ്പോ എന്താ ഒരു പ്രതീതി. അതുപോലെ സ്കൂളിലും എനിക്ക് ലളിതഗാനം എന്താണ്, അല്ലാത്ത ഈ ആൽബം സോങ്സ് എങ്ങനെയാണെന്നൊന്നും ഉള്ള അങ്ങനത്തെ ഡിഫറൻസ് പോലും അറിയാത്ത ഒരു പ്രായത്തില് പാട്ട് പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലളിതഗാന മത്സരത്തിന്, അപ്പൊ ലളിതഗാനം എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ പാടുന്നത് ഒരു ഓണപ്പാട്ടാണ്. അപ്പൊ എനിക്ക് അന്ന് പ്രൈസ് തന്നില്ല, മൈക്കൊന്നുമില്ല, എല്ലാ കുട്ടികളും കൂടി ഇങ്ങനെ വട്ടത്തിനിരുന്നിട്ട് അങ്ങനെ പാടി. അപ്പോൾ ഞാൻ പാടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ പാടിയതൊരു ലളിതഗാനമല്ല. അപ്പോൾ അന്ന് എനിക്ക് പ്രൈസ് തന്നില്ല. അപ്പോൾ എൻ്റെ അമ്മ പിന്നെ PTA മീറ്റിങ്ങിന് വന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, മോള് നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, എവിടെയെങ്കിലും പഠിപ്പിക്കണം, പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പാട്ട് പഠിക്കാനായിട്ട് ആദ്യം. പിന്നെ അടുത്ത വർഷം ആയപ്പോഴേക്കും പിന്നെ ലളിതഗാനം പഠിച്ചു തന്നെ. അന്നത്തെ ടീച്ചേഴ്സ് അനിത ടീച്ചറാണ്. അതുപോലെ എൻ്റെ ലൈഫിലും അതുപോലെ ടീച്ചേഴ്സ് ഉണ്ട്. സ്കൂൾ ടൈമിലുണ്ട്,
അതുപോലെ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഒരു മഞ്ജുള മിസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പ് ട്യൂട്ടർ. ടീച്ചർ ന്യൂസ് റീഡർ ആയിരുന്നു ദൂരദർശനിലെ. മഞ്ജുള മാം ടീച്ചറായിരുന്നു എൻ്റെ ഗ്രൂപ്പ് ട്യൂട്ടർ. അപ്പൊ എൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ എനിക്ക് ഇന്റേണലുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ ഇപ്പോൾ മ്യൂസിക് കോളേജ് ചേരും, കാര്യം നീ അത് ചൂസ് ചെയ്യ്, ഇവിടെ ഇത്രയും വർഷം വെറുതെ കളയണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ഒരു പ്രോത്സാഹനം തരുന്നു. ചില ടീച്ചേഴ്സ് ആണ് അധികം നമ്മളെ അങ്ങനെ. തീർച്ചയായിട്ടും. അപ്പോൾ ചില കുട്ടികളൊക്കെ എന്ന് വെച്ചാല് അവരുടെ താല്പര്യം പറഞ്ഞാലും ഇപ്പോഴും സമ്മതിക്കാത്ത വീടുകൾ ഉണ്ടാവില്ലേ. അപ്പൊ അവർക്കൊക്കെ നമുക്കൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് കഴിവുള്ള ആളുകളെയും നമുക്ക് താല്പര്യമില്ലാതെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ അറിയാവുന്നതാണ്. അപ്പൊ എന്താണ് അവരോട് പറയുമ്പോൾ ഒരു കഴിവ് കാണിക്കുകയാണെങ്കിൽ, ചെറിയ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ ഉദാഹരണം, ഡിപ്ലോമയ്ക്ക് പോയിട്ട് 3 വർഷം കളഞ്ഞു, എന്നിട്ട് നമ്മുടെ ലൈഫല്ലേ പോകുന്നത്. അതെ. അങ്ങനെ അത് മാത്രമല്ല, ഇപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇപ്പോഴത്തെ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ച, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു റീച്ച്, ഇത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും നോക്കൂ, നമ്മൾ ഒരു കൂടുതൽ പഠനം ആവശ്യമായിട്ടുള്ള ഒരു കല അത് അവിടെ നിൽക്കട്ടെ, അതല്ലാത്ത എത്രയോ വെറുതെ വ്ളോഗേഴ്സ് എത്ര പേര് നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ, അല്ലേ? അതല്ലെങ്കിൽ ചെറിയ ചെപ്പടി വിദ്യകളൊക്കെ കയ്യിലുള്ളവർ അതെല്ലാം ബ്രാൻഡ് ചെയ്ത് അതെല്ലാം ബിസിനസ് ആക്കി അവരെല്ലാരും ഏൺ ചെയ്യുന്നുണ്ട്. അതെ, പണ്ട് നമ്മുടെ സ്കൂളിൽ അങ്ങനെ സംസാരിക്കുന്ന കുട്ടികളുടെ പേരെഴുതി വെക്കായിരുന്നു. എപ്പോഴും എന്റെ പേരുണ്ടാവും, എന്നിട്ട് അവസാനം എന്നെ പിടിച്ച് ലീഡറാക്കി. കാര്യം ഞാൻ സംസാരിക്കുകയാണ്, അപ്പം എന്നെ അടക്കി നിർത്താൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി, ഈ വ്ളോഗറൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പണ്ട് ഇതുപോലെ കുറെ പേരെഴുതി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു അവരുടെ കഴിവ് അതിലാണ്. ഞാൻ പറഞ്ഞു വന്നത് അതിന് പോലും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സബ്ജക്ട്, അത് ആർട്ട് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, എന്താണ് ശരിക്കും ഇപ്പോഴും നമുക്ക് അതിലൊരു സംശയം, ഇവര് രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് എന്താണ് ഒരു സംശയം? അങ്ങനെയുള്ള ഒരു സംശയത്തിന്റെ കാര്യമേ ഇല്ല. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന കോഴ്സുകൾ, ഇപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയാം. ഞങ്ങൾ പഠിച്ച കോഴ്സുകളെല്ലാം ഇപ്പം ഡിഗ്രി MA ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് SI വരെ എഴുതാൻ പറ്റും. നമ്മളുടെ ടേസ്റ്റ് ഏതാണോ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആണല്ലോ നമ്മൾ ഇതിന് പോകുന്നത്. അതോടൊപ്പം ഇപ്പം കേരളത്തിലെ ആൾക്കാര് ആണെങ്കിൽ നമുക്ക് സർക്കാർ ജോലിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഡിഗ്രി അല്ലെങ്കിൽ പിന്നെ PG ക്വാളിഫിക്കേഷൻ ആയിട്ട് വിളിക്കുന്ന ഏതൊരു കോഴ്സിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെ, അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഇഷ്ടപ്പെട്ട വാദ്യോപകരണം ഏതാന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഏതായിരിക്കും എപ്പോഴും ഇഷ്ടമുള്ള? വീണയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാദ്യോപകരണം എന്ന് പറഞ്ഞാൽ വീണയായിരിക്കും. വീണ തന്നെയാണ് എനിക്ക്. അതെന്തുകൊണ്ടാ എന്ന് വെച്ചാൽ നമുക്ക് ഈ വാദ്യങ്ങളൊക്കെ കണ്ടും ഈ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ട് പരിചയമുള്ളൂ. ഓരോ വാദ്യത്തിന്റെയും പ്രത്യേകതകളൊന്നും അറിയില്ല. അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കാം, എന്താണ് വീണ? കോളേജിലും വീണയായിരുന്നു സബ്ബായിട്ട് പഠിച്ചിരുന്നത്. അന്ന് മുതലേ വീണ വലിയ ഇഷ്ടമാണ്. പിന്നെ പാട്ട് പോലെ വായിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വീണയാണ്. ആണല്ലേ? മറ്റുള്ള സ്ട്രിങ്സ് ഒക്കെ ഇപ്പൊ ഗിറ്റാർ ആണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാത്തിലും ലിമിറ്റേഷൻസ് ഉണ്ടെന്ന്. ഇപ്പൊ ലിമിറ്റേഷൻ ഇല്ലാതെ വായിക്കുന്നവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പാട്ട് പോലെ അല്ലെങ്കിൽ അതിന് വരുന്ന ഗമകങ്ങളെല്ലാം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വീണ. അതുപോലെ എന്തൊരു സൂത്തിങ്ങാ വീണ കേൾക്കാൻ. അത് കേട്ടിരിക്കുമ്പോ നമ്മൾ അങ്ങനെ അങ്ങ് ലയിച്ചു ശരിക്കും. അതെ, അപ്പൊ ചേട്ടനോട് ഇപ്പൊ ചോദിച്ചാൽ ചേട്ടൻ പറയും ലയിച്ചിരിക്കാൻ പറ്റുന്ന തബലയിലും മൃദംഗത്തിലാണ്. അല്ല, എനിക്ക് ഇപ്പോ അങ്ങനെ ഒരു ധാരണയുണ്ട്. ഇപ്പൊ പെർക്കഷൻ വായിക്കുന്ന ആൾക്കാര്, അവർക്ക് പെർക്കഷനാണ് നമ്മുടെ പാഷൻ. ഓക്കെ, പക്ഷെ മെലഡി എൻജോയ് ചെയ്ത് നമുക്കൊരു നല്ല പെർക്കഷനിസ്റ്റ് ആവാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്തിന്റെ കൂടെയാണ് വായിക്കുന്നത്? നമ്മൾ മെലഡി അക്കമ്പനി ചെയ്താണ് ഏതൊരു പെർക്കഷൻ ആണെങ്കിലും. അല്ലാത്ത പെർക്കഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കേരള വാദ്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അതിൽ നിന്നൊരു എക്സെപ്ഷൻ ഉണ്ട്. അതല്ലാതെ ഇപ്പം മെയിനായിട്ടുള്ള പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് തബ്ല, മൃദംഗം, തവില്, ഈവൻ ഡ്രംസ്, ഇതെല്ലാം കൂടുതലും മ്യൂസിക് അക്കമ്പനിമെന്റ് ആയിട്ട് വായിക്കും, അല്ലെ? അപ്പൊ സോളോ അല്ലാതെ അക്കമ്പനിമെന്റ് ആയിട്ടാണ് കൂടുതലും വായിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ആദ്യം ഈ വാദ്യോപകരണങ്ങളൊക്കെ തന്നെ മെലഡിക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്, പക്കവാദ്യങ്ങളായിട്ടാണ് ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തത്, പക്കവാദ്യങ്ങളായിട്ട്. അപ്പൊ അങ്ങനെ പക്കവാദ്യം വായിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മെലഡി അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അവരുടെ മേഖല വേറെ. അപ്പൊ മെലഡിയോടൊപ്പം അല്ലേ നമ്മൾ വായിക്കുന്നത്. നമ്മളൊരു പാട്ടിന്റെ കൂടെ വായിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ വളരെ ഒരു നമ്മുടെ ശബ്ദം
അത്ര നല്ല അല്ലെങ്കിൽ പോലും നമ്മുടെ ഈ താളവാദ്യം വായിക്കുന്ന ആളുടെ ഉള്ളിലും മ്യൂസിക് വേണം, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിനോടുള്ള ഒരു ഇഷ്ടം വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോ നമുക്ക് നന്നായിട്ട് അത് വരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പൊ തബലയാണോ മൃദംഗമാണോ ഞാൻ ചേട്ടനോട് കൊണ്ടുവച്ചാൽ ചേട്ടൻ ആദ്യം പോയി പിടിക്കുന്നത്? അല്ല, എന്റെ ഒരു ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്, എന്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് തബല തന്നെയാണ്. ആണോ? അതെന്തുകൊണ്ടായിരിക്കും? അത് തബല ഇൻസ്ട്രുമെന്റിന് ഒരു അതിനാണ് പി ജി എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ മൃദംഗം വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുന്ന ഒരാളാണ്. മൃദംഗത്ത് ഇത് രണ്ട് സൈഡാണ്. അപ്പൊ തബലയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തബലയുടെ അത്രയും വലിയൊരു വൊക്കാബുലറി ഉള്ള ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ഇപ്പം വേറെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇവോൾവ് ചെയ്ത് ഒറിജിനേറ്റ് ചെയ്തത് മൃദംഗത്തിൽ നിന്നാണ്. അതിന്റെ തബലയുടെ പൂർവിക വാദ്യമായിട്ട് നമ്മൾ കാണുന്നത് മൃദംഗം തന്നെയാണ്. അപ്പോൾ മൃദംഗമാണ് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്. മൃദംഗം എന്ന് പറയാറുണ്ട്, മൃദംഗ് അല്ലെ പക്വാജ് എന്നൊക്കെ പറയാറുണ്ട് അതിന്. അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്ന വളരെ യങ് ചുള്ളൻ ഇൻസ്ട്രുമെന്റ് ആണ് തബല എന്ന് പറയുന്നത്. കാരണം തബല വന്നിട്ടൊരു ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഒരു റിഫൈൻഡ് തബല, ഈ ട്യൂൺഡ് ആയിട്ടുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള തബല വന്നിട്ട് ഒരു 300 years പഴക്കമായിട്ടുള്ളൂ. 300 years എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ പഴക്കമാണെന്ന് തോന്നുമെങ്കിലും ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു എവല്യൂഷനിൽ അത് വളരെ ചെറിയൊരു പീരീഡാണ്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബോൾ മീൻസ് സിലബിൾസ്, ആൽഫബറ്റ്സ് ഒരുപാടുണ്ട് തബലയിൽ. അതുപോലെ തന്നെ തബല ഏതൊരു മെലഡി ഇൻസ്ട്രുമെന്റുമായിട്ടും അല്ലെങ്കിൽ ഏതൊരു മ്യൂസിക് ജോണറുമായിട്ടും ബ്ലെൻഡ് ആവുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് ശരിയാണ്. മെലഡി പറഞ്ഞ സമയത്ത് ഞാൻ അതല്ല ആലോചിച്ചത്. ഈ മെലഡി എല്ലാത്തിനും മെലഡി ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ഉള്ളതാണെന്നുണ്ടെങ്കിലും ഈ തബല ഉണ്ടെങ്കിൽ നമുക്കൊരു ഓളമല്ലേ? അത് ഇപ്പൊ ഓളം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ക്ലാസിക്കലായിട്ടുള്ള ഒരു ജോണേഴ്സ് എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസിക്കൽ ജോണറിലും തബല വായിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ് തബലയുടെ ഓൺ ജോണർ എങ്കിലും കർണാട്ടിക് മ്യൂസിക്കിലാണെങ്കിലും വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിലും എല്ലാം ഗ്ലോബലി ഇപ്പൊ തബല യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാരും ഉണ്ട്, ഇപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സ്പെരിമെന്റ് തബല ഫീൽഡിൽ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് തബലയുടെ ഒരു ടോണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചോണ്ട് ഞാൻ പറയാം, വിഷയം കൂടുതൽ അക്കാദമിക് ആക്കുമല്ല, എന്നാലും ഒരു എക്സ്ട്രീം ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് തബല. എക്സ്ട്രീം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബേസും കൺട്രോൾ ചെയ്യണം, അതിനാണ് അതിന്റെ ഒരു. അതെ. അപ്പൊ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബേസിൽ നമുക്ക്. അതെ. അതിന്റെ ആ ഒരു ടോണ്. അതെ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അത് ഡിഫറെന്റ് മൂഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു ഫീൽ ഉള്ള ഒരു എല്ലാ ഇൻസ്ട്രുമെന്റും ഫീൽ ഉണ്ട്. പക്ഷെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും മെലോഡിയസ് പെർക്കഷൻ എന്ന് വേണം തബല വിളിക്കാൻ. വെറും ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് അല്ല തബല. അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഇതുപോലെ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇതായിരിക്കും ഫേവറേറ്റ്, അതുപോലെ ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടോ? അപ്പോൾ ചിലർക്ക് ഇടയ്ക്ക വലിയ ഇഷ്ടമാണെന്ന് പറയാം, ചില സൗണ്ടുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഓടക്കുഴലാണ്. ഓടക്കുഴൽ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീലാണ്. ഓടക്കുഴൽ ഇഷ്ടമല്ലാത്തവരാരും ഇല്ലല്ലോ. അതെ, അതിന്റെ ഒരു ഫീല് വേറെയാണ്. അപ്പോൾ അതുപോലെ ഓരോരോ വാദ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇഷ്ടമുള്ള വേറെ വാദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇഷ്ടം. അപ്പോൾ തബലേന്റെ കൂടെ ചേർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ ഇഷ്ടം? ഇപ്പോൾ തബല അതിന് ഓരോ എന്താ പറയുക, ഓരോ സ്പെക്കുണ്ട്. ഇപ്പം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഒരു ജോണറിലാണെന്നുണ്ടെങ്കിൽ തബല സിത്താർ ഭയങ്കര കോംബോ ആണ്. തബല സിത്താർ അല്ലെങ്കിൽ തബല ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട്. അതുപോലെ തന്നെ ഷെഹനായി ഇൻസ്ട്രുമെന്റ്. ഷെഹനായി പെട്ടെന്ന് കേൾക്കുമ്പോൾ വയലിൻ പോലെ ഒക്കെ തോന്നും. പക്ഷെ വയലിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലോട്ട് ഈ വളരെ ഭയങ്കര വേദന കൊണ്ടുവരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ശരിക്കും ഷെഹനായി. നമ്മൾ വിരഹം ഭയങ്കരമായിട്ട് വരുന്നത്. അതിനൊരൊറ്റ ഉദാഹരണം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വളരെ ഗ്രേറ്റ് പേഴ്സണാലിറ്റികൾ അവരൊക്കെ മരിക്കുന്ന സമയത്തെ അവരുടെ വാർത്തകളും അവരുടെ ഈ ഓർമ്മകളും ഒക്കെ ചാനലുകളൊക്കെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഷെഹനായി ആയിരിക്കും ഇടുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അതെ അത് ആരാണെങ്കിലും ഈ അദ്ദേഹത്തിനെ അറിയാത്തവർക്ക് പോലും അതിനകത്തൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോകും. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ പ്ലസന്റ് ആയിട്ടുള്ള രാഗങ്ങൾ വായിച്ചാൽ പോലും അതിന് ആ ഇൻസ്ട്രുമെന്റിന്റെ ഒരു സൗണ്ട് ഉണ്ട്. മാറ്റാൻ വേണ്ടി പറ്റും നമ്മുടെ മൊത്തം മൂഡ്. ഇപ്പൊ തബലയാണെന്നുണ്ടെങ്കിലും ഏതൊരു ഇൻസ്ട്രുമെന്റ് ആണെന്നുണ്ടെങ്കിലും കൊണ്ടുവന്ന് എത്തിച്ച ഒരു ഫീൽ ഉണ്ടാവും.
ആ ഫീലിന്ന് ജസ്റ്റ് അതിനെ ഒന്ന് വിരഹമാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷഹനായി ഒന്ന് വെച്ച് ഒന്ന് മൂളിയാൽ മതി. അതെ അതെ അതെ. അപ്പൊ അതിന്റെ കൂടെയും തബല വായിക്കാം. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഇപ്പം ഇഷ്ടം എന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മൾ മ്യൂസിക് ആസ്വദിക്കുന്ന നമ്മുടെ മൂഡ് അനുസരിച്ചാ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതെ, സത്യത്തില് ഇപ്പോ നമ്മള് ചില ഫുഡ് നമുക്ക് ഫേവറേറ്റ് ആണെന്ന് പറയുന്ന പോലെ അല്ല മ്യൂസിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ചിലത് കാണും, ഓഫ് കോഴ്സ് അത് കാണും. പക്ഷെ എന്നാലും ഓരോ മൂഡിലും നമുക്ക് കേൾക്കാനുള്ള ഒരു നല്ല ഹൃദയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെവി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു നല്ലൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മ്യൂസിക്കിൽ നിന്നും നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരാറില്ലേ? അതെ, തീർച്ചയായും. അപ്പൊ നമ്മളിപ്പോ ചില സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും നമ്മളെ അറിയാന്ന് പറയും. അതേപോലെ നമുക്ക് ഈ ഒരു വാദ്യം കൊണ്ട് ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആളെ സന്തോഷിപ്പിക്കാനും വേണ്ടി പറ്റും. തീർച്ചയായും. വാദ്യം മാത്രമല്ല, വോക്കലാണെങ്കിലും മ്യൂസിക്കിന് ആ ഒരു പവർ ഉണ്ട്. സത്യം തന്നെയാണ്. ആ ഒരു വോക്കൽ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി, നുരയിടുമലയിൽ നമുക്ക് തുഴയാനം വിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി, കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളി, കൈവള കാതില ചാർത്തിയില്ലേ കോടിയുടുത്തിലേ, കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളി, കൈവള കാതില ചാർത്തിയില്ലേ കോടിയുടുത്തിലേ, കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ, കൊച്ചോലക്കുടലിൻ മുന്നിൽ കളം മിനഞ്ഞിലേ, പൂക്കളം മിനഞ്ഞിലേ, പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. അങ്ങനെ നല്ലൊരു പാട്ട് കിട്ടും. ഞങ്ങളുടെ പറയും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓണപ്പാട്ടുകൾക്ക് ഈ ഒരു ഓണ മൂഡ് കൊണ്ടുവരുന്നത് മാത്രമല്ല, നമ്മുടെ ഒരു കേരളം എന്തായിരുന്നു, നമ്മുടെ ഒരു കേരള തനിമ എന്തായിരുന്നു, അതൊക്കെ ഇങ്ങ് കൊണ്ടുവരുന്ന ഒരു പാട്ടുകൾ കൂടിയായിരുന്നു. പക്ഷേ നമുക്ക് ഈ പാട്ടുകളൊക്കെ കേട്ട നമ്മുടെ കുറേയേറെ ആളുകളുടെ ശബ്ദങ്ങൾ, അതായത് യേശുദാസിൻ്റെ ആണെങ്കിലും ചിത്ര ചേച്ചിയുടെ ഒക്കെ ആണെങ്കിലും ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കോരിത്തരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എങ്ങനെയായിരുന്നു അവസ്ഥ? ഇങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ കണ്ട സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ചിത്ര ചേച്ചീനെ കാണുന്നത് സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ടിനല്ല, അതിന് മുമ്പേ ചേച്ചിയുമായിട്ടൊരു സെഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചിത്ര ചേച്ചിനെ കാണുന്നത്. അല്ല സ്റ്റാർ സിംഗറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീസൺ 4 അന്ന് സീസൺ 4 ആദ്യമായിട്ട് ചിത്ര ചേച്ചി വരുന്നത് ജഡ്ജായിട്ട്. അപ്പോൾ അന്ന് ചേച്ചിയായിട്ടൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. എപ്പോഴും നമ്മൾ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒരുപോലെ എന്ന് പറയുന്നത് ശരിക്കും അത്രയും സ്നേഹവും ആണ് ചേച്ചിക്ക്. എപ്പോഴും നമ്മളെന്തെങ്കിലും എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ പറയും, ഈ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, വെപ്രാളെ പിടിക്കേണ്ട, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൂളാക്കുകയൊക്കെ ചെയ്യും. അത് അവരുടെ ഒരു എന്താ പറയാ, നമ്മൾ നേരിട്ട് കണ്ട ആ ഒരു അനുഭവത്തിനപ്പുറത്തേക്ക് അവരുടെ ടാലന്റ് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളായിരിക്കും. അതെ. അപ്പോൾ അതുപോലെ ആവണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതുപോലെ ആകാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അതിന്റെ ഒരു എന്താ വെച്ചാൽ എങ്ങനെയാണ് അവരിൽ നിന്നും കുറെ കാര്യങ്ങളൊക്കെ സംശീകരിച്ചെടുക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടാവും. ചിത്ര ചേച്ചി നമുക്ക് അല്ലേ ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു പേഴ്സണാലിറ്റിയാണ് ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി ആയാലും ദാസാറായാലും MG സാർ, നമ്മൾ ഒരു ഫീൽഡ് എത്ര നല്ല ടാലൻസിനെ കൊണ്ട് അല്ലേ നിറഞ്ഞിരിക്കുക. അപ്പോൾ അവരുടെ ലൈഫ് തന്നെയാണ് നമ്മൾ ശരിക്കും, അവരുടെ പ്രാക്ടീസും അവരുടെ എഫേർട്സും ഒക്കെ തന്നെയാണ് നമ്മളെപ്പോഴും എന്താണ് ഒരു എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു പ്രാക്ടീസ് സെക്ഷനൊക്കെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഓരോ ആളുകൾക്കും കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾ എപ്പോഴും ചൂടുവെള്ളം കുടിച്ച്
വോക്കൽ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതേപോലെ ഓരോ തരത്തിൽ അവരിങ്ങനെ കൺസേൺ ചെയ്യുന്നുണ്ടാവും. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ വോക്കൽ അതായിരിക്കും, കോഡായിരിക്കും. അപ്പോൾ എപ്പോഴും അവര് ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ടാവും. അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ പാട്ട് പാടുന്ന ആളുകൾക്കായിട്ട്? അവര് അങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഓരോരുത്തർക്കും അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ചിലർക്ക് തണുത്ത വെള്ളം കുടിച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും വരത്തില്ല. അപ്പൊ അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏതാണ് പ്രശ്നം എന്നുള്ളത്. എനിക്കൊക്കെ തണുത്ത വെള്ളം ഒരു പ്രാവശ്യം കുടിച്ചാൽ ഓക്കെ, ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ഞാൻ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കണം, പക്ഷെ നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെയാണോ അത് ഇതാവുന്നത് അങ്ങനെ തന്നെ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്നെ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ ബ്രെത്ത് കൺട്രോള്. അതെ, നമ്മളിപ്പോ ഏത് പാട്ടാണെന്നുണ്ടെങ്കിൽ ആ പാട്ടിന്റെ വരി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് എവിടെ നമ്മൾ ബ്രെത്ത് എടുക്കണം എന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട്. അത് ചിത്ര ചേച്ചി എപ്പോഴും പറയുന്നത് നിങ്ങൾ പാട്ട് എഴുതി വെക്കുമ്പോൾ തന്നെ എവിടെയാണ് ബ്രീത്ത് എടുക്കേണ്ടതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് തന്നെ പോകണം. ചിത്ര ചേച്ചി ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് എവിടെയാണ് ചേച്ചി ബ്രീത്ത് എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ചിലതൊക്കെ ചില പഴയ റെക്കോർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ശ്വാസം എടുത്തേക്കുന്ന അറിയാൻ പറ്റും. പഞ്ചിങ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ചേച്ചിയുടെ അത് ഒരു നല്ല ടിപ്പാണ്. എപ്പോഴും നമ്മൾ ചേച്ചി പറയുന്ന ഒരു ടിപ്പാണ് ഇങ്ങനെ എഴുതി വെക്കുക എവിടെയാണ് ശ്വാസം എടുക്കേണ്ടത്. അതുപോലെ ഇങ്ങനെ സ്വരങ്ങളൊക്കെ എഴുതി വെക്കുന്ന രീതികളുണ്ടോ? ചില ക്ലാസിക്കൽ അല്ലെങ്കിൽ കൂടിയും ചില പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ സ്വരങ്ങൾ എഴുതി വെക്കുന്നത്. അതെ, നോട്ടേറ്റ് ചെയ്ത് പഠിക്കുന്നതുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇങ്ങനെ എപ്പോഴും എല്ലാവരും പറയുന്നത് ഭയങ്കര ഡ്രൈ ആവുന്നതാണ് ഏറ്റവും പ്രശ്നം. എന്ന് വെച്ചാൽ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് തൊണ്ട ഡ്രൈ ആകുമ്പോ എന്താ ചെയ്യുക? ആ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു വെള്ളിയൊക്കെ വീണ് കഴിഞ്ഞാൽ, ഒരു വലിയൊരു പെർഫോമൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളിയൊക്കെ വീണ് കഴിഞ്ഞാൽ എങ്ങനെ മുഖത്ത് ആ ഭാവം വരാനും പാടില്ല. എന്താ അങ്ങനെയൊക്കെ ശരിക്കും സ്റ്റേജിൽ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവണം ചിലപ്പോൾ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു 5 മിനിറ്റ് നമ്മുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കണം. ആ ഒരു ഗ്രേസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ സുസ്മിത ചോദിച്ചില്ലേ, ഫുഡ് നമ്മുടെ അല്ലെങ്കിൽ ഫുഡ് കൺട്രോള് അല്ലെങ്കിൽ ഓരോ റുട്ടീൻ, ഇത് നമ്മുടെ സ്വരം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അതിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ഇതെല്ലാം റിലേറ്റീവ് ആണ്. ചില ആൾക്കാർ ഇതിന്റെ എക്സ്ട്രീം ഉള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവരെ നമുക്കറിയാം, വിദ്വാൻമാർ തന്നെ. ഇവരാരും വിദ്വത്വം കുറവുള്ളവരല്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൂടുതൽ പേഷ്യൻസോട് കൂടി ഇരുന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡിന്റെ ടേസ്റ്റുകളും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്തേ മതിയാവും. അതിപ്പോ പാട്ടുകാർക്ക് മാത്രമല്ല, ഇപ്പൊ ഇൻസ്ട്രുമെന്റ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്മുടെ ഒരു പങ്ക്ച്വാലിറ്റിയും അതുപോലെ തന്നെ ഒരു ഭക്ഷണക്രമവും ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കുറെ നമുക്ക് ജോയിന്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ തോന്നി തുടങ്ങും. അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടിന്യൂസ് ഇരിക്കുന്ന കാര്യം പറഞ്ഞു. ഒരു പ്രോഗ്രാം നമ്മൾ ഇതാണെങ്കിൽ സിംഗേഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. നിങ്ങൾ ഈ ഒരു നമ്മുടെ എക്യുപ്മെന്റ്സും സൂക്ഷിക്കണം, അതിന്റെ കൂടെ ഇതിന്റെ അടുത്ത് ഇത്രയും മണിക്കൂറുകൾ ഇരിക്കുന്നത്. അതിലും അതിന്റെ ഇരട്ടിയാണ് ശരിക്കും നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഷോയിൽ ഇപ്പോ ഒരു കോൺസെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് സമയത്ത് ഒരു കച്ചേരി എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണ്. അപ്പൊ ആ 5 മണിക്കൂറിനകത്ത് 2 മെയിൻ കൃതികളാണ് പാടുന്നത്. ഈ 2 മെയിൻ കൃതികൾക്ക് ഒരു കൃതിയും ഒരു രാഗം താനം പല്ലവിയും ഉണ്ടാവും. ഓക്കെ, ഇത് 2 ഐറ്റംസ് ആണ്. ഇതിന് 2 മൃദംഗിസ്റ്റ് തനിയാവർത്തനം വായിക്കണം. അപ്പൊ അത്രയും സ്റ്റാമിന വേണം ഇരുന്ന് വായിക്കാനായിട്ട്. അപ്പൊ അത്രയും നേരം ഇരുന്ന് പ്രാക്ടീസ് സ്റ്റേജിൽ വായിക്കണമെങ്കിൽ എത്ര മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം? അത് ഞാനൊരിക്കൽ ഈ ഗുരുവായൂരൊക്കെ കച്ചേരി നടത്തുന്ന സമയത്ത് ഞങ്ങൾ പോലുള്ള കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ വന്നിരുന്ന് പാടുകയുള്ളൂ. അവിടെ ഇരിക്കുന്ന ആ ചേട്ടന്മാരോട് ഈശ്വര അവർ എത്ര നേരം കൊണ്ടിരിക്കുന്നത്, രാവിലെ മുതൽ ഇരിക്കുന്നുണ്ടാവും. അവരിങ്ങനെ ഇത് നമ്മുടെ പാട്ടിന്റെ പിച്ച് ഔട്ട് ആയിരിക്കും എന്തായാലും നമ്മൾ ചെറിയ കുട്ടികളൊക്കെ പാടുന്ന സമയത്ത് അവരെന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒപ്പിച്ച് തരും. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും ഇത്ര നേരം അവർ ഇരിക്കുന്നുണ്ടാവും. പിന്നൊന്നുണ്ട്, ഓർക്കുമ്പോൾ ശരിക്കും ഒരു ഭാഗ്യമല്ലേ. കാരണം നമ്മളിപ്പോൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ എത്ര നേരം നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാള്, അയാള് ഒരു പൊരി വെയിലത്ത്
രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനമായിട്ട് അധ്വാനം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ അതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെയും അങ്ങനെ പറഞ്ഞതല്ല, എന്നാലും നമ്മൾ ഇതിനെയൊക്കെ വലിയ കാര്യമായിട്ട് പറയുമ്പോഴേ അങ്ങനെ ഒരു സൈഡും കൂടെ അതിനുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ വായിക്കുന്ന സമയത്ത് പോലും നമ്മൾ അത് ആസ്വദിച്ചിരിക്കും. എത്രയോ വിദ്വാൻമാർക്കുണ്ട് ആ ഒരു ക്വാളിറ്റി. അതെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് കൂടിയിരിക്കുമ്പോൾ നോക്കൂ, നമ്മളൊരു കൊച്ചുകുട്ടി പാടുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെയൊക്കെ അധ്യാപകർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ കൊച്ചു കുട്ടികളുടെ കച്ചേരിക്കൊക്കെ പോകണം, അല്ല കൊച്ചു കുട്ടികളുടെ പാട്ട് കേൾക്കണം. അതിനകത്ത് അവർക്ക് ഫ്ലോസ് ഉണ്ടാവാം, പക്ഷെ എന്നാലും അതിനകത്തുനിന്നും നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ്. അത് ഇത് പറഞ്ഞപ്പോഴാണ് നമ്മള് ആർട്ടിസ്റ്റുകൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് അല്ലേ, ഞങ്ങളത് എപ്പോഴും പറയാറുണ്ട് പരസ്പരം. കാരണം നമുക്ക് ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ഹാർഡ് വർക്ക് ഒന്നും ഇല്ലല്ലോ ഇല്ലേ. നമ്മൾക്ക് ഇപ്പോൾ പോയാൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റെക്കോർഡിങ്ങിന് പോയാൽ ഒരു 2 മണിക്കൂറൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ വർക്ക് ചെയ്താൽ കിട്ടുന്ന റെമ്യൂണറേഷനും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിത് ദൈവം തന്ന കഴിവാണെന്ന് പറയുമ്പോഴും അല്ലെ എത്ര ബ്ലെസ്ഡ് ആണ് നമ്മളെന്ന് ഓർക്കണം അല്ലേ. ആ ഒരു ശബ്ദം കൊണ്ട് നമുക്ക് ഒരാളുടെ ലൈഫ് തന്നെ മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാം. ഇപ്പൊ ഒരു വിഷമത്തിലേക്ക് അവരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാട്ട് നിങ്ങൾ കേൾക്കും, ഞാനൊരു പാട്ട് പാടിത്തരാം, നിങ്ങൾ കുറച്ചു നേരം എൻ്റെ അടുത്ത് വന്നിരിക്കും. ഒരു മോട്ടിവേഷൻ, ഒരു സ്റ്റാറ്റസ് കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അവരെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകാം, അവർ പ്രതീക്ഷിക്കാത്ത ലോകത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഇപ്പോ ഈ പാട്ടിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ചില ആളുകളുടെ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ ഒക്കെ ഇടയിൽ നമ്മളൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തു കഴിഞ്ഞാൽ അവരിലൊക്കെ ഉണ്ടാവുന്ന മാറ്റമൊക്കെ കണ്ടറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നമ്മളൊരു പ്രോഗ്രാം കോളേജിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കോളേജിലുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടിയൊക്കെ ചേർന്നിട്ട് തന്നെ കുറച്ച് ഓട്ടിസം ഉള്ള കുട്ടികൾ, അങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവരുടെ ഓണത്തിന് തന്നെ ഓണത്തിന് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ അവർ ചെറിയ റെമ്യൂണറേഷനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തു, ടീ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് വേണ്ട ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു കാര്യമൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പം നമുക്ക് അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. തീർച്ചയായും. അപ്പോൾ അവരുടെ ഒക്കെ എന്ന് വെച്ചാൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും സംഗീതം. തീർച്ചയായും. ഞങ്ങളുടെ റേഡിയോ തന്നെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്ന അച്ഛനും അമ്മയല്ല, റേഡിയോ ആണ്. അവർക്ക് ഇതില്ലാതെ ജീവിക്കാൻ വയ്യ, റേഡിയോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ അവരുടെ ഏതൊരു കാര്യം നടന്നില്ലെങ്കിലും റേഡിയോ ഒന്ന് സ്റ്റോപ്പായാൽ, ഒന്ന് സ്റ്റക്കായിട്ട് ആ റേഡിയോയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ അവർക്ക് ജീവനില്ലാത്ത പോലെ. അത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ആ ഒരു അനുഭവം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു റേഡിയോ കേൾക്കുന്നതിൻ്റെ കൂടുതൽ അതിലെ പാട്ടുകളായിരിക്കും. പാട്ടുകളിൽ ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന ഈ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ ചിലപ്പോൾ അവരുടെ ലൈഫുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ റീല് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ അത് എനിക്ക് കണക്റ്റഡ് ആണല്ലോ എന്ന് തോന്നുന്ന പോലെ തന്നെ ചില പാട്ടുകൾ നമ്മളിങ്ങനെ ഇടുമ്പോൾ അവർ പറയും, ഓ ഞങ്ങൾ വിചാരിച്ച പാട്ടിനെയാണ് നിങ്ങൾ ഇട്ടിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അക്കാദമി തുടങ്ങുന്നുണ്ടല്ലോ, അല്ല അക്കാദമി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര വർഷമായി നിങ്ങളുടെ ആ ഒരു അക്കാദമി? നാദപ്രിയ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായി. 2021 ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ പുതിയ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗിലേക്ക് മാറിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അത് ഓണത്തിനായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 10 ഓണം ടൈമിലായിരുന്നു പുതിയ ബിൽഡിങ്ങിന്റെ സ്കൂളിന്റെ ഇനാഗുറേഷൻ. ഇപ്പോ കുഴപ്പമില്ല, ഒരു 250ഓളം കുട്ടികളായിട്ട് പല സബ്ജക്റ്റിലായിട്ട് നന്നായിട്ട് പോകുന്നു. അക്കാദമി തുടങ്ങണം എന്നുള്ള ഒരു പ്ലാനിലേക്ക് അത് ആരാണ് ഒരു പ്ലാൻ കൊണ്ടത്? കാര്യം നോക്കൂ, ഞങ്ങൾ രണ്ടുപേരും അക്കാദമിക്കായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കും നമ്മൾ. അതാണ് ഞങ്ങളുടെ ഒരു പാഷൻ. അപ്പോൾ ഇപ്പോഴേ ഒരു സാച്ചുറേഷനിലേക്ക് എത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കൊരു ശേഷിപ്പ് വേണം. അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുവാണ്. പുറത്ത് എവിടെ പോയാലും, എനിക്കിപ്പം സിംഗപ്പൂർ നിൽക്കുമ്പോൾ അവിടെ ഒരു സിറ്റിസൺഷിപ്പിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്, അറിയാമല്ലോ. ഇപ്പോൾ വൈഫിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ പോയി നിൽക്കാം, ഒരു PR കിട്ടിയേക്കും. അത് കഴിഞ്ഞിട്ടൊരു സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയേക്കും. അതിനുള്ള ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് വരണമല്ലോ. നാട്ടിലേക്ക് വരുമ്പോൾ
നമ്മൾ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് ശരിക്കും ബാക്കിയുള്ളത്? ഞങ്ങളുടെ ഒരു ഉൾപ്രദേശത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നത്. കായംകുളം കൃഷ്ണപുരം കാപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അല്ലാതെ മെയിൻ റോഡ് സൈഡ് ഒന്നും അല്ലാതെ അല്ല. എന്നിട്ടും ഇത്രയും കുട്ടികൾ വരുന്നുണ്ട്, ഇത്രയും സബ്ജക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്തയാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഓൺ ബിൽഡിംഗ് ആണ്, അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ പ്രോഗ്രാം കുട്ടികൾക്ക് നടത്താനുള്ള ഒരു കോൺസേർട്ട് ഹാളുണ്ട്. അതുപോലെ അത്യാവശ്യം നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിന് പല ചലഞ്ചുകൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിലും മറ്റു പല തരത്തിലുള്ളതാണെങ്കിലും. അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയത് നമ്മുടെ ഒരു പാഷന്റെ ഭാഗമായിട്ട് തന്നെ. കാര്യം നമുക്ക് ഒരു റെസ്റ്റ് വേണം. മീൻസ് ഇതാണ് ശരിക്കും ഇപ്പൊ സ്കൂളാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും എന്താ പറയുന്നത്, പാഷനും പ്രൊഫഷനും അത് തന്നെയാണ്. അതെ. പിന്നെ നമുക്ക് ഒരു സെലിബ്രിറ്റീസിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് തന്നെ പറയാം. ചേട്ടനോട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, ചേട്ടനാണെന്നുണ്ടെങ്കിൽ കുറേയേറെ ആളുകളുടെ ഇത് ലൈവ് പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവും. ആ കണ്ട സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഫീൽ, ഇപ്പോൾ നമ്മൾ ഇത്ര റെക്കോർഡ് ചെയ്ത് കേട്ടാലും നമുക്ക് ആ ലൈവ് പെർഫോമൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത എന്താണ് ചേട്ടന്റെ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ? ഞാൻ എല്ലാ ടൈപ്പ് കോൺസേർട്സും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ, കർണാട്ടിക് ക്ലാസിക്കൽ. അപ്പോൾ ഇത് ഓരോന്നും ഓരോ രീതിയിലാണ് നമ്മളെ സ്പർശിക്കുന്നത്. അപ്പോൾ ചില മ്യൂസിക് കേൾക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മളൊരു മെഡിറ്റേഷനിലേക്കായിരിക്കും പോകുന്നത്. ചില മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അത് ശരിക്കും നമ്മളെ ഭയങ്കരമായ എനർജി നമ്മളിലേക്ക് ഇങ്ങനെ നിറച്ച് എന്താ പറയുന്നത്, നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂഡായിരിക്കും. അറിയാമല്ലോ, എല്ലാവർക്കും ഉള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന ഒരു മ്യൂസിക് എന്നില്ല. പക്ഷെ എനിക്ക് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ കോൺസേർട്ടും കർണാട്ടിക് ക്ലാസിക്കൽ കോൺസേർട്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നത് കർണാട്ടിക് ക്ലാസിക്കൽ കോൺസെർട്ടാണ്. പക്ഷെ ബോംബെയിലായിരുന്ന സമയത്തും അതുപോലെ ഞാൻ സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് കുറേ നല്ല വളരെ ഫെയിമുള്ള വിദ്വാൻമാരുടെ കൂടെ എനിക്ക് അക്കമ്പനി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരുടെ നമ്മുടെ കേരളത്തിലെ മ്യൂസിഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ആളുകൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടം, കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടം കേരളത്തിലെ ആളുകളോട് ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മുടെ ഒരു പ്രത്യേക കഴിവ്? എന്താണ് മലയാളികൾ ശരിക്കും? അത് എല്ലാ മേഖലയിലും നമ്മൾ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ മുദ്ര നമ്മളവിടെ പതിപ്പിക്കും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് പോയി എല്ലാം ജോണറും പഠിക്കുന്ന ആൾക്കാരുണ്ട്. നേരെ നോർത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ കർണാട്ടിക് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സൗത്തിൽ നിന്ന് എത്ര പേര് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ളതും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മള് ശരിക്കും ആ ഒരു നമ്മുടെ ഇഷ്ടങ്ങളെ പിന്തുടരാൻ മലയാളികൾക്ക് ഒരു ഭയങ്കരമായ ആർജവശേഷിയുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ അവിടെ പോകുന്ന സമയത്ത് ഭാഷയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, നോർത്തിലോട്ടൊക്കെ ചെല്ലുമ്പോ ആദ്യമൊക്കെ. ഇപ്പോഴും തുടക്കത്തിൽ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു ചിലപ്പോൾ നമ്മൾ ഒരല്പം ഇൻട്രോവേർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലേ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളവിടെ ഒറ്റപ്പെടുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മ്യൂസിക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം വേറൊരു അക്രമത്തിന് വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഗുരുക്കന്മാരെ അന്വേഷിച്ച് മാത്രമാണ് നമ്മുടെ ആദ്യത്തെ യാത്രകൾ. അപ്പോൾ അങ്ങനെ എത്തിപ്പെടുമ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഗുരുജി പണ്ഡിറ്റ് അരവിന്ദ് മുൾഗാവൺകർജി, അദ്ദേഹം ഒരു ഏറ്റവും വലിയൊരു സ്കോളറായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സമയത്താണ് ഗുരുജി മരണപ്പെടുന്നത്. അപ്പോൾ തബലയിലെ ഒരു ഫറൂഖാബാദ് ഘരാന എന്ന് പറയുന്ന ആ ഒരു ഘരാനയിൽ ഏറ്റവും ഇന്ന് സമീപകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് ഗുരുജി. ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഗുരുജി മറാഠിയാണ് കൂടുതലും സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാമെങ്കിലും അന്ന് എനിക്ക് മറാഠി അറിയേയില്ല. ഹിന്ദി ആണെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷെ ഇത് തീരെ രക്ഷയില്ല. അപ്പൊ അത് നമുക്ക് ആദ്യം ഇപ്പൊ കുറച്ചൊക്കെ അറിയാം, പക്ഷെ ഹിന്ദി ആണെങ്കിൽ ഓക്കെയാണ്. അത് പിന്നെ അവർ സംസാരിക്കും, അവർക്ക് മദർ ടങ്ങിനോട് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു അക്കാദമിക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് അഫക്ട് ചെയ്യും. പക്ഷെ മ്യൂസിക്കിലൊന്നും അഫക്ട് ചെയ്യുന്നില്ല. നമ്മൾ പൊതുവെ പറയാറുണ്ട് പൊതുഭാഷ.
അപ്പം മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ശരിക്കും നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അവിടെ ഒക്കെ പോയി നമുക്ക് വേണ്ടുന്ന കാര്യം കറക്റ്റായിട്ട് എടുത്തോണ്ട് വരാനുള്ള ആ ഒരു ആർജവശേഷിയും അതിനുള്ള ഒരു കഴിവ് നമുക്കുണ്ടത്. അത് പറഞ്ഞേ പറ്റും. അതെ അതെ അതെ. പക്ഷെ അത് ചില പ്രശ്നങ്ങളും ഉണ്ട്. പറയുമ്പം ചില കൾട്ടുമായിട്ട് നമ്മൾ ബ്ലെൻഡ് ആവത്തില്ല. നോക്കൂ, നമ്മള് ചിലയിടത്ത് പോയി ചില കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ഈ മലയാളിയുടെ എല്ലാ സ്വഭാവവും ചെന്ന് കാണിക്കരുത്. അതുണ്ട് ഒരു സൈഡിൽ. പക്ഷെ എന്നാലും കൂടുതലും നമ്മളെ അവർക്കൊക്കെ വളരെ ബഹുമാനമാണ്. അതാണ് രസം. പിന്നെ മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ചിന്ത ഉണ്ട്. മാത്രമല്ല നമ്മുടെ നാട് അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ എന്റെ തബല MA ചെയ്യുന്നത് കോലാപ്പൂർ ശിവാജി യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, അവിടെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റാണ് മ്യൂസിക് ആൻഡ് ഡ്രാമാറ്റിക്സ് എന്ന് പറയുന്നത്. വലിയ ഡിപ്പാർട്ട്മെന്റാണ്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാമ്പസാണ് ശിവാജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ അല്ലെങ്കിൽ ഓരോ ഓഫീസ് ഡിവിഷനിലും എന്തെങ്കിലും അല്ലെങ്കിൽ സെക്ഷൻസിലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴേ എൻ്റെ പേര് കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ നമ്മൾ സൗത്തിൽ നിന്നാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എവിടെ നിന്നാണ്, ചിലരുടെ വിചാരം നമ്മളെല്ലാം മദ്രാസിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അതെ അതെ, കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉടനെ അവരുടെ കണ്ണൊക്കെ അങ്ങ് വിരിയും. കേരളം എത്ര നല്ല അതെ അതെ അതെ, കേരളത്തെ പറ്റി അവർ സംസാരിക്കും. മലയാളികളെ പറ്റിയല്ല, കേരളത്തിന്റെ ഒരു സൗന്ദര്യത്തെ പറ്റി. ഓ, കേരളം എത്ര നല്ല സ്ഥലമാണ്, എത്ര നല്ല സ്ഥലമാണ്, എത്ര നല്ല ഫുഡാണ് അവിടുത്തെ, എത്ര ക്ലീൻ ആണ്, എത്ര അതെ അതെ. ശരിക്കും നമുക്കൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കേരളം എത്ര നമ്മൾ എത്ര നല്ല ആൾക്കാരാണെന്ന് മനസ്സിലാവും. നല്ല ഭാഗങ്ങളുണ്ട് എല്ലായിടത്തും. നമ്മളുടെ ഇവിടെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ എടുത്ത് നോക്കുമ്പോൾ അതിന് 2 മുഖങ്ങളുണ്ട്. ഒന്നൊരു ഭയങ്കര ഗ്ലാമറുള്ള, ഉദാഹരണത്തിന് ബോംബെയിലോട്ട് നമ്മൾ ചെല്ലും, 2 ബോംബെ ഉണ്ട് ശരിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പോഷ് ബോംബെ ഉണ്ട്, നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അതുപോലുള്ള വലിയ വലിയ ആൾക്കാർ ഒക്കെ ഉള്ള ഒരു ബോംബെ ഉണ്ട്. അതുപോലെ സ്ലം ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു അത്ര വലിയൊരു കോൺട്രാസ്റ്റ് ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കുറച്ചുകൂടി വ്യത്യസ്തതയുള്ള കൊച്ചിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിൽ കുറച്ചുകൂടി നമുക്ക് കുറേ ടൈപ്പ് ആളുകൾ കാണാൻ പറ്റുന്നതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് എത്രയോ ചെറുതാണ്. അപ്പൊ ആ ഒരു ബഹുമാനവും സ്നേഹവും നമ്മളോട് അവർക്കുണ്ട് എപ്പോഴും. പിന്നെ കൂടുതൽ നമ്മൾ ഈ ബുദ്ധി ചില കുബുദ്ധികളും ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ചില അതൃപ്തികൾ ഉണ്ടായാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഓക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സംഗീത ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗായകനാണെന്നുണ്ടെങ്കിലും ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ആവശ്യമുള്ളത് ആത്മവിശ്വാസം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ആത്മവിശ്വാസം നമുക്കുണ്ടായാലേ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഈ പാട്ടിലൂടെ ആത്മവിശ്വാസം കൊടുക്കാൻ വേണം. നമ്മൾ വളരെ എന്താ വെച്ചാൽ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ വേണം. എങ്ങനെയാണ് ഈ ഒരു കോൺഫിഡന്റ് ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി? നമ്മളിപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണല്ലോ, അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവരുടെ ബിൽഡിംഗ് ചെയ്തെടുക്കുന്നത്? ശരിക്കും ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ ഒരു പാട്ട് പാടാൻ കയറുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. കണ്ടാലും ഇതുപോലെ കോൺഫിഡന്റ് ആയിട്ട് ഒരാളില്ല എന്ന് തോന്നും. ഫേസിൽ അത് കാണില്ല. എത്ര ടെൻഷൻ ആണെങ്കിലും ഫേസിൽ എൻ്റെ കാണില്ല. നല്ല കാര്യം എൻ്റെ അത്. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ പ്രാക്ടീസിന് വരും, എക്സ്ട്രാ പ്രാക്ടീസിന് വരും, ഈ ഷോസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഷോസിൽ വന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഗ്രൂമിങ് കിട്ടിയതിരുന്നുകൊണ്ട് അവർ എങ്ങനെയായിരിക്കും ജഡ്ജസ് പറയാൻ സാധ്യതയുള്ള കമന്റ്സ് ഒക്കെ നമുക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ചില ടീച്ചേഴ്സ് അവരുടെ മാർക്ക് വരെ കറക്റ്റ് പറയും. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മയൊക്കെ കറക്റ്റ് മാർക്ക് പറയും. ഞാൻ എൻ്റെ അച്ഛൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇത്ര കറക്റ്റ് ആയിട്ട് എൻ്റെ അച്ഛൻ എങ്ങനെ പറയാൻ പറ്റും? അതുപോലെ ഈ കമന്റ്സും ഒക്കെ അതുപോലെ പറയുന്നത് പറയുമ്പോൾ കമന്റ്സ് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പോർഷനൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റും. അപ്പൊ ഇതാണ് കോൺഫിഡൻസ് എന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റിയാലിറ്റി ഷോയുടെ ഒരു സംസ്കാരം തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു കുറച്ചുകൂടി ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഒന്നും ബിൽഡപ്പ് ആയിട്ടുള്ളത്. നമ്മളിപ്പോ ഒരു പാട്ട് നമ്മളിപ്പോ പാടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞത് ഇപ്പൊ ആദ്യം നമ്മൾ നിന്ന് പാടിയാൽ മതി എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല.
നമുക്ക് എക്സ്ട്രാ ആഡിങ്സും കൂടി വേണ്ടേ? അതെ. അത്തരത്തിലൊരു സംഗീതം മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനും കൂടി ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു അതെ വിഷ്വൽ മീഡിയ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് അതൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊന്നും പാട്ടിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഒരു അല്ല ഇതിന്റെ പേര് തന്നെ റിയാലിറ്റി ഷോ എന്നാണല്ലോ. ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഷോ വേണം, അല്ലാതെ പാട്ട് മാത്രമായിട്ട് കാര്യമില്ല. അതിപ്പോ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ചില കുട്ടികളൊക്കെ കാണുമ്പോൾ അതിന് നമുക്ക് അതിന് അതിശയം തോന്നാറുണ്ട്, ഇവരെങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അത്രയും ഷോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത് ശരിക്കും അവർ റിയാലിറ്റി ഷോയ്ക്ക് പോകുന്നുണ്ടാണ്. നേരെ മറിച്ച് ഒരു സ്റ്റേജിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് അത് ഷോ ഡയറക്ടേഴ്സിനെ നമ്മൾ സമ്മതിക്കണ്ടേ? കാരണം അങ്ങനെയുള്ള ഗ്രൂമേഴ്സിനെ വെച്ച് പാട്ടിന് ഗ്രൂമിങ് കൊടുക്കണം, അതോടൊപ്പം ഇത് കൊടുക്കണം. ഇപ്പം കോമഡി വരെ ഉണ്ട്. കോമഡി ഞാൻ ഷോയിൽ പാടിയിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഡ്രാമ റൗണ്ട്, അങ്ങനത്തെ സ്കിറ്റ്, അങ്ങനത്തെ ഒക്കെ റൗണ്ടുകൾ ഉണ്ടായിരുന്നു. അടിച്ചു ഈ ഡാൻസ് ചെയ്യുന്ന പോരാണ്ട് നമ്മൾ അഭിനയിക്കുകയും കൂടി വേണം. പെർഫോമൻസ് റൗണ്ട് പോരാണ്ട് നമ്മൾ അഭിനയിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ഫാമിലി റൗണ്ട്, അങ്ങനത്തെ പല തീംസ് അവിടെ നമ്മൾ കൊണ്ടുവരാം. അങ്ങനെ എല്ലാ ഹെൽപ്പും ചാനൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമെങ്കിലും അതെല്ലാം ചെയ്ത് പാട്ടും അതോടൊപ്പം കൊണ്ടുപോവാന്നത് നമ്മൾ പഠിക്കും. അതപ്പോ നമ്മൾ ഈ ഒരു കലാകാരൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മേഖലകളിലും ഒരു പ്രാവീണ്യമുള്ള ആളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ ഒരു മുന്നിൽ ഒരു കുട്ടി വന്നിരിക്കുകയാണ്, ആ കുട്ടിക്ക് എന്ത് കഴിവാണ് എന്നുള്ളത് എങ്ങനെയാ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്? ആദ്യം ഇപ്പോ ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് ഇപ്പൊ നമ്മള് പൊതുവിൽ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും പഴയ, അതായത് ഈ ഒരു പാരമ്പര്യ ശൈലിയിൽ മാത്രം പഠിച്ചിട്ടുള്ള നല്ല അധ്യാപകര്, അപ്പോൾ അവരുടെ അടുത്തോട്ടൊരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ആദ്യം തന്നെ പറയും, ഇങ്ങനൊരു പഴക്കമുണ്ട് നമ്മുടെ നാട്ടിൽ, അവന് വാസനയുണ്ട് അല്ലെങ്കിൽ അവന് വാസനയില്ല. പക്ഷെ ഒരു മോഡേൺ ടീച്ചിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ശരിയല്ലെന്നാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. കാരണം എനിക്ക് സിംഗപ്പൂർ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. ചില കുട്ടികൾ ആദ്യം വന്ന് എന്നെ വാട്ടർ ബോട്ടിൽ എടുത്ത് എറിയുന്ന കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് അവിടെ ജൂനിയർ ബാച്ച് ഉണ്ട്. അപ്പം എനിക്ക് കുട്ടികളുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ഞാൻ എപ്പോഴും ഓർക്കും. അവരുടെ അടുത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്. ശരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ മാത്രം പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കലകൾ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാരോട് ഭയങ്കര ഗുരുത്വമൊക്കെ കാണിച്ചായി കുഞ്ഞുങ്ങൾ വളരുന്നത് അല്ലേ. അപ്പൊ അവർക്ക് ദക്ഷിണ കൊടുത്താണ് തുടങ്ങുന്നത് തന്നെ. അതോടൊപ്പം ആ കുട്ടികൾ ഈ മാഷന്മാരുടെ അടുത്ത് ഒന്നും തിരിച്ചു ചോദിക്കില്ല. പ്രത്യേകിച്ചും കലകളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടുത്ത് അവർക്ക് പൂർണ്ണ വിധേയരായിട്ടായി കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ കാണുന്നത് അതങ്ങനെ തന്നെ, അതെ അങ്ങനെ തന്നെ വേണം. പക്ഷെ അതോടൊപ്പം എപ്പോഴും ടീച്ചേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം കുഞ്ഞുങ്ങൾക്ക് വേണം. സ്റ്റുഡൻസിന് എപ്പോഴും ആ ഒരു റൈറ്റ് വേണം. അതിന് ഇന്ന സബ്ജക്റ്റ് എന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ ഈ കുട്ടി ഇവന് തബല ഇഷ്ടമല്ലെന്നും പറഞ്ഞു, അവൻ ഗിറ്റാറിനാ വന്ന സ്കൂളിൽ. പക്ഷെ അന്ന് തബലയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവനെ തബലയ്ക്ക് പിടിച്ചിരുത്തി. അതുകൊണ്ട് ഇവൻ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. ആദ്യത്തെ 4 ക്ലാസ്സിൽ ഇവൻ ബാക്കിയുള്ള 5 കുട്ടികൾ എന്നെ നോക്കിയിരിക്കുമ്പോൾ ഇവൻ തിരിഞ്ഞായിരിക്കുന്നു, ഒരാൾ മാത്രം തിരിഞ്ഞായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ എങ്ങനെങ്കിലും അവന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചാൽ അവൻ എന്നെ വാട്ടർ ബോട്ടിൽ എടുത്ത് എറിയുമായിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ട് അവൻ തബല വായിച്ചു. അവൻ തബല വായിച്ചെന്ന് പറഞ്ഞാൽ മാജിക്കലായിട്ട് വായിച്ചെന്നല്ല, ഈ കുട്ടികളോടൊപ്പം ഇരുന്ന് ഒരു 5 മിനിറ്റുള്ള ഒരു പീസ് അവനും വായിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ പോന്നപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു കുട്ടി അവനാ. ഇതുപോലെ എല്ലാ ടീച്ചേഴ്സിനും എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവൻ ഇത് പഠിക്കാനുള്ള കഴിവില്ല എന്നീ വീട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് സമ്മതിച്ചേ പറ്റൂ. ഈ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം ഇതിനകത്ത് എക്സൽ ചെയ്ത് വലിയ പ്രതിഭകളായിട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് പഠിച്ച അവരെ കൊണ്ട് ഇപ്പോൾ ഒരു 60% ഔട്ട്പുട്ടിന് സാധ്യത ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70 വരെയൊക്കെ സ്ട്രെച്ച് ചെയ്തെടുക്കാൻ ആസ് എ ടീച്ചർ നമുക്ക് പറ്റും. പക്ഷെ ഇന്നേറ്റായിട്ട് ഇതും കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെ ഇതിൽ പ്രതിഭകളാവുള്ളൂ. ആ ഒരു കാര്യം നമുക്ക് ഒരിക്കലും അത് ബോധവൽക്കരണമായിട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ എന്റെ കുട്ടി ഒരു സ്റ്റാർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയി വല്ലാത്തൊരു സങ്കടത്തിലേക്ക് പോകുന്ന പാരന്റ്സ് അല്ല. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് കണക്റ്റഡ് ആണ്. ഇപ്പൊ റിയാലിറ്റി ഷോ കാര്യം പറഞ്ഞു. നമ്മൾ റിയാലിറ്റി ഷോയുടെ കാര്യം പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ജനറേഷന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ റിയാലിറ്റി ഷോസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ എത്ര പേര് മ്യൂസിക്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്? ഈ വരുന്ന കുട്ടികളിൽ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കലി കൺവിൻസിങ് ആയിട്ടുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ.
മീൻസ് സസ്റ്റൈനിങ് ആയിട്ടുള്ളവർ. അതല്ലാതുള്ള കുറച്ച് ആൾക്കാർ ഇപ്പൊ തന്നെ ഈ സെന്റിമെന്റ്സ് നോക്കി റിയാലിറ്റി ഷോയിൽ നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് റിയാലിറ്റി ഷോയിൽ ഒരു സ്റ്റേജ് വരെ പോകുന്നവരുണ്ട്. ഇവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ 10 ഉദ്ഘാടനത്തിന് വരെ വിളിക്കും, പിന്നെ ഇവരെ കാണാൻ പറ്റത്തില്ല. ട്രെൻഡിങ് സീസൺ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പോകും. കുട്ടികൾ വരുമ്പോൾ അവർ മാറും. പക്ഷെ എങ്ങനെയുള്ള ഒരു സസ്റ്റൈൻ ചെയ്യും? മ്യൂസിക്കിനെ ഉപാസിക്കുന്നവർ, മ്യൂസിക്കിന് വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യുന്നവർ മാത്രമേ എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് അവര് റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് അവരുടെ പ്രയത്നം നിന്നില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അവരുടെ കരിയറിൽ ഉണ്ടാവും. ഇതാണ് നമ്മൾ എപ്പോഴും കുട്ടികൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പറഞ്ഞപ്പോ ഈ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ, ഈ കുട്ടികളെ നമ്മള് ചെറിയ പ്രായത്തിലായിരിക്കും ആദ്യം കല അഭ്യസിക്കുന്നത്. അതിന്റെ ഒരു മെയിൻ കാരണം നമ്മൾ ക്ഷമ പഠിക്കും. നമ്മളൊരു എന്താ പറയുക, ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിലേക്ക് എൻഗേജഡ് ആവില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ലഹരിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണെന്നുണ്ടെങ്കിൽ, എന്തൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ലഹരി സംഗീതമായി മാറും. തീർച്ചയായും. അപ്പൊ നമുക്ക് വേറൊരു ലഹരി വേണ്ട എന്ന് തോന്നുന്നു. ശരിക്കും ഇപ്പോഴത്തെ മ്യൂസിക് സ്കൂളുകളിലെല്ലാം കുട്ടികൾ കൂടാനുള്ള ഒരു മെയിൻ കാരണം ഈ ചിന്തയാണ്. കാരണം ഇപ്പോ ബാക്കിയുള്ള കൂടുതൽ നമ്മുടെ മനസ്സ് വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ്, നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് നമ്മൾ കുഴപ്പത്തിലോട്ട് പോകുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം നമ്മളെ ഫ്യൂലപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അതിന് അതെ നമ്മളെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടി ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ട് നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു പദാർത്ഥത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതാണ് ഇതിനകത്തെ ഒരു പൊതുവിലുള്ള ഒരു കണ്ടന്റ്. അത് വളരെ ശരി തന്നെയാണ്, അല്ലേ? ഇപ്പോൾ പാട്ട് പാടുന്ന കുട്ടികൾ, പക്ഷെ വേറൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ഉണ്ട്. ഞാൻ ഈ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട്, ഇപ്പോൾ പാട്ട് പാടുന്നവർ ലഹരി ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ കലാകാരന്മാര്, അതിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല, നമ്മുടെ മുമ്പിൽ തന്നെ എത്ര ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിന് അത് 100% ഫാക്റ്റ് അല്ല. പക്ഷെ കൊച്ചുകുട്ടികളെ നമ്മൾ അങ്ങനെ നർച്ചർ ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള വഴികളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യത കുറയും. കുറച്ചൊരു ക്ഷമ പഠിക്കുന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ പഠിക്കാൻ തുടങ്ങുമല്ലോ, അപ്പൊ ആ സമയം മുതലേ ഒരിടത്തിരുന്ന് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ സ്പോർട്സിന് താല്പര്യമുള്ള കുട്ടീനെ ഒരു സ്ഥലത്ത് ഇരുത്തണം എന്നല്ല, പക്ഷെ ഒരു കലാവാസനയുള്ള കുട്ടിക്ക് ഒരിടത്തിരുന്ന് ഇതിനെ ഒന്ന് ക്ഷമയോടുകൂടി കേൾക്കാനും പഠിക്കാനും ഉള്ള ഒരു തീർച്ചയായിട്ടും നമ്മളൊരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും ഇപ്പോൾ കുറേ കുട്ടികൾക്കും കണ്ടുവരുന്നത്. ആ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു അക്കാദമിയിലൊക്കെ? എനിക്ക് തോന്നുന്നു ഈ ഇൻസ്ട്രുമെന്റ്സിനകത്ത് ശരിക്കും അവർക്കൊരു ടോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ടൈം എടുക്കുമല്ലോ കുട്ടികൾ, അല്ലേ? അതെനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതൽ ക്ഷമ കൊടുക്കും. കാരണം അവർ ഇപ്പോൾ വയലിനാണെങ്കിലും തബലയാണെങ്കിലും ആദ്യം ഇങ്ങനെ, അല്ലേ, ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരിങ്ങനെ തട്ടുമ്പോൾ ശരിക്കും സാറ് വായിക്കുന്ന ഒരു ടോൺ ആയിരിക്കത്തില്ല ചിലപ്പോൾ അവരുടെ അടുത്തുനിന്ന് വരുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അതെന്താ ഞാൻ വായിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കാത്തത് ഒരു ഇലക്ട്രിക് ഒരു ഇൻസ്ട്രുമെന്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പിയാനോയിൽ ഏതെങ്കിലും ഒരു കീല് പ്രസ് ചെയ്താൽ ആ കീല് വരേണ്ട ശബ്ദം കേൾക്കും. പക്ഷെ അത് മ്യൂസിക്കലി എങ്ങനെ അത് കേൾക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്കൊരു ധാരണ വരുമ്പോൾ അവർ ക്ഷമയോടുകൂടി ഇരുന്നത് കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമം കാണിക്കും. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചില ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, നമ്മൾ അവരെ മാനേജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതായത് പ്രത്യേകിച്ചും ഗ്രൂപ്പ് ക്ലാസ്സിൽ ഇവന്മാർ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. വേറുള്ളവരുടെ സമയം കൂടെ ചിലപ്പോൾ ഇവരെ മെനക്കെടുത്തും. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ, ഒരു നല്ല ശതമാനം കുട്ടികളും നന്നായിട്ട് ഇതിലേക്ക് വരാൻ പറ്റുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു കലാവിദ്യാഭ്യാസ സമ്പ്രദായം, അത് കോളേജിൽ പോയി പഠിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ട്രഡീഷണൽ വാല്യൂസിനെയാണ് നമ്മളിവിടെ അപ്ഹോൾഡ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അതിനെതിരല്ല. ഞാനും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമ്മൾ ഗുരുമുഖി വിദ്യാഭ്യാസത്തിന് ആ ബഹുമാനം എപ്പോഴും ഉണ്ട്. നമ്മുടെ ഗുരുക്കന്മാർ അവർ നമുക്ക് ഈ കല എങ്ങനെയാണ് വളരെ ചെറിയ സമയമായുള്ളൂ ഇത് കോളേജായിട്ട്, അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പിലേക്ക് ആർട്ട് ലേണിംഗ് മാറിയിട്ട് വളരെ കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എത്രയോ വലിയ ഗുരുക്കന്മാർ ശാഠ്യം പിടിച്ച് കയ്യൊപ്പ് ചാർത്തിയ ആൾക്കാരാണ് വിദ്വാൻമാരായിട്ട് വന്നത്. അവരല്ലേ ഈ സിലബസ് ഉണ്ടാക്കിയത്. തിരിച്ചല്ലല്ലോ, സിലബസ് ഉണ്ടായതിനു ശേഷം വിദ്വാൻമാർ ഉണ്ടായതല്ല. വിദ്വാൻമാർ ഉണ്ടായതിനു ശേഷം അവര് കൊടുത്ത പൊട്ടും പൊടിയും ഒക്കെയാ ഈ സിലബസ്. അത്രേ ഉള്ളൂ ഇത്. പക്ഷേ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അവരുടെ ഉള്ളില് പഴയ ഈ ടീച്ചേഴ്സിന്റെ സമ്പ്രദായങ്ങളൊക്കെയാണ് സംഭവം രജിസ്റ്റർ ആയി കിടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ
നമുക്ക് ഈ കുട്ടികളെ ഒന്ന് ചിലപ്പോൾ പുതിയ ട്രെൻഡിലോട്ട് നമുക്ക് നമ്മുടെ ടീച്ചിങ്ങിനെ അങ്ങോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ടൊരു വിമുഖത പിന്നെ എപ്പോഴും പറയുന്ന ഒരു വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ സ്കൂളിൽ ഇപ്പം റെഗുലർ സബ്ജക്ട് ക്ലാസ്സിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു, നമ്മുടെ പേരൻസ് സ്കൂളിൽ പോയി ചോദിക്കാം, അല്ലെങ്കിൽ ട്യൂഷനിൽ പോയി ചോദിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് കൺവിൻസിംഗ് ആയിട്ടൊരു മറുപടി വേണം, അത് ടീച്ചേഴ്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ നമ്മുടെ പാട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടി പാടിയില്ല, എന്താ പാടാത്ത സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ പറയും വാസന ഇല്ലാത്തതാണ്. അപ്പൊ അവിടെ അവന് വാസനയില്ല എന്ന് പറയും. അതല്ല അതിന്റെ ശരി. കാരണം വാസനയില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവനെ അങ്ങ് നിർത്തിയാൽ പോരായോ? അപ്പൊ ഈ കൊച്ചു പഠിക്കാനും ചെല്ലണം, ഇവന് വാസന ഇല്ലാത്തവരാതെ പിന്നെന്തിനാ നമ്മൾ ഈ മെനക്കെടുന്നത്? അപ്പൊ ഈ പേരന്റിന് തിരിച്ചു ചോദിച്ചൂടെ, വാസന ഇല്ലെന്ന് അറിഞ്ഞായിരുന്നു സാറ് നേരത്തെ പറയാൻ എന്തായിരുന്നു? കാരണം മ്യൂസിക് പഠിക്കാന്നത് പറയുന്നത് അത്യാവശ്യമല്ലല്ലോ. അത്യാവശ്യം എന്ന് പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ സ്കൂളിൽ അത് പറ്റില്ല. കാര്യം എന്താ, നിർബന്ധമായിട്ട് നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം വേണം. അപ്പൊ മ്യൂസിക് പഠിക്കുന്ന ഒരു കുട്ടി ഒരു 2 വർഷം അവിടെ ചെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടാണോ വാസന ഇല്ലെന്ന് നമ്മൾ അറിയുന്നത്? അപ്പൊ നമുക്കൊരു അസസ്മെന്റ് വേണം. ഈ ഒരു അസസ്മെന്റ് ശരിക്കും മോഡേൺ ടീച്ചിങ്ങിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെനിക്ക് ഞാൻ ഇതിൽ എന്നെ അങ്ങ് ഗ്ലോറിഫൈ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. പക്ഷെ നമുക്കവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആർട്ട് എഡ്യൂക്കേഷന്റെ മാത്രം ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിംഗപ്പൂരിൽ. വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു. അവിടോട്ട് ചെന്ന് നമ്മളൊരു കുറെ ടീച്ചേഴ്സിന്റെ കൂടെ മലയ ടീച്ചേഴ്സ് ഉണ്ട്, ചൈനീസ് ടീച്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ എത്ര വർഷം പുറകിലാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്താണ് പ്രത്യേകത? കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഗസ്റ്റ് ഹൗസ് കൊണ്ട് അവർ ക്ലാസ് എടുക്കും. ഉദാഹരണത്തിന് നമ്മുടെ വിഷയം ആ വിഷയമല്ല, ഞാൻ ഒരിക്കലും പറയുന്നത് കപ്സോങ് പോലല്ല തബലയും മൃദംഗവും, ഞാൻ അതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയല്ല. പക്ഷെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പൊതുവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യിപ്പിക്കുക, അല്ലെ അത് അവരെ കൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യിക്കുക, ഇതല്ലേ നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇതിന് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ പാടുന്ന കുട്ടികൾ പാട്ട് കേട്ട് പഠിക്കുമെങ്കിൽ അവർ എവിടെ പാട്ട് കേട്ടാലും പഠിച്ചോളും അല്ലെ. ഇപ്പൊ നമ്മളിപ്പം പണ്ട് കാലത്ത് ആൾക്കാർ റേഡിയോ കേട്ടാ പാട്ട് പഠിച്ചു, അങ്ങനെ പാട്ട് പഠിച്ചു എത്രയോ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോരായ്മ ശരിക്കും നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളിലും പൊതുവിലുണ്ട്. കാര്യം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ക്ലാസ്സിൽ. ഇല്ലെങ്കിൽ നമ്മൾ കഴിവില്ലെന്നും പറഞ്ഞ് വിടുന്ന പലരും കഴിവുള്ളവരുമായിരിക്കും, നമ്മൾ കഴിവുണ്ടെന്നും പറഞ്ഞ് ഫ്രണ്ടിൽ ഇരുത്തിക്കുന്നവര് പലരും അത്ര പോരാത്തവരുമായിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റുഡൻസിനെ അസസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ മോഡേൺ ടീച്ചിങ്ങിന് നമ്മൾ എടുക്കണം. കാര്യം ഇതെല്ലാം നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഈ കാര്യത്തിൽ നമുക്ക് പൊതുവിലെ കലാരംഗത്ത് നമ്മൾ ഭയങ്കരമായ ഗുരു ഭയമുള്ളവരും അതൊക്കെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. വളരെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് ശരിക്കും നമ്മൾ എല്ലാവരോടും പറയുന്നത്. അതിന്റെ ഒരു ഗുണവും നമുക്ക് കിട്ടാറുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് വേണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. പക്ഷേ എപ്പോഴും സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഇടയ്ക്ക് ഫ്രീഡം വേണം. അത് വളരെ വളരെ നല്ലൊരു റിലേഷൻ ആയിരിക്കണം അത്. പിന്നെ അല്ലാതെ ടീച്ചേഴ്സിനെ സ്റ്റുഡൻസ് പേടിച്ചിരുന്നാൽ എങ്ങനെ അവർ പഠിക്കും? പണ്ടത്തെ സമ്പ്രദായമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പലരും ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ പോകുന്നത്. ഒരു ബാക്ക് ബെഞ്ചിലേക്ക് പോകുന്നത് ആ ഒരു സിസ്റ്റം മാറി വരുന്ന കുറേയേറെ മാറ്റങ്ങൾ നമ്മുടെ ആ ഒരു മേഖലയിൽ, ഇപ്പൊ പഠന മേഖലകളിലാണെന്നുണ്ടെങ്കിലും മാറ്റം വരുന്നു. അതുപോലെ സംഗീത ലോകത്തും അത്തരത്തിലുള്ള കുറേയേറെ മാറ്റങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ ഒരു 10-20 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന കുറേയേറെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇനിയും പുതിയ പുതിയ കലാപ്രതിഭകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തട്ടെ, നിങ്ങളുടെ പ്രതിഭയും അതിനോടൊപ്പം വളരട്ടെ എന്നും ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞ് ശ്രീകുട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആ ഒരു ക്യൂട്ട്നെസ്സോട് കൂടി നമ്മൾ പറഞ്ഞു നിർത്തുന്നതല്ല, പക്ഷേങ്കിൽ മലയാളത്തിലും തമിഴിലും ആയിട്ട് 100-ലേറെ ആൽബങ്ങളിൽ നമ്മുടെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല മേഖലകളിൽ പല സ്ഥലങ്ങളിലാണ്, വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ ഒരു അധ്യാപകനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരു അധ്യാപകൻ എന്നുള്ള രീതിക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രശാന്തേട്ടനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ദിവസം അടുത്ത ഒരു അതിഥിയായിട്ട് വീണ്ടും തിരിച്ചെത്താം.